മലപ്പുറത്ത് ബന്ധുക്കളായ പെൺകുട്ടികളുടേതുൾപ്പെടെയുള്ള ചിത്രങ്ങൾ മോർഫ് ചെയ്ത് ടെലഗ്രാമിൽ വിൽപ്പന നടത്തിയ കേസിൽ പ്രതി നിതിൻ മോഹൻദാസ് അറസ്റ്റിലായി. 5 വയസ്സ് മുതലുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ വരെ നിതിൻ മോർഫ് ചെയ്തെന്ന് പോലീസ്. ആദ്യം പരാതിക്കാരിയുടെ പ്രതികരണം കേൾക്കാം. കഴിഞ്ഞ മാർച്ച് 29-ാം തീയതി ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി ഒരു ഫോട്ടോ എൻ്റെ പേഴ്സണൽ ഒരു ഫോട്ടോ ഞാൻ സ്റ്റോറി ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫോളോവർ തന്നെ ആയിട്ടുള്ള ഒരു നിതിൻ മോഹൻദാസ് എന്ന് പറയുന്ന കുട്ടി അത് സ്ക്രീൻഷോട്ട് എടുക്കുകയും എൻ്റെതടക്കം ഒരുപാട് പെൺകുട്ടികളുടെ ഫോട്ടോസ് ആ ഒരു ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. വേറൊരു പെൺകുട്ടിയുടെ ഒരു ഫ്രണ്ട് ആ ഗ്രൂപ്പിലുണ്ട്. അപ്പം ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ഈ ഗ്രൂപ്പിൽ വരികയും അപ്പോൾ ആ കുട്ടിയോട് പറയുകയും ചെയ്തു. അപ്പോൾ ആ കുട്ടി നോക്കിയപ്പോഴാണ് ഞങ്ങൾ ഫാമിലിയിലെ ഒരുപാട് പെൺകുട്ടികളുടെ ആ ഒരു ഫോട്ടോസ് ആ ഗ്രൂപ്പിൽ ഉണ്ടെന്ന് അറിയുകയും പേഴ്സണലി ആ കുട്ടികൾക്കൊക്കെ മെസ്സേജ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ മാത്രമാണ് ആ ഗ്രൂപ്പിലേക്ക് വന്നത്. പക്ഷേ എൻ്റെ കസിൻസിൻ്റെ അടക്കം ഒരുപാട് പേരുടെ ഫോട്ടോസും വളരെ വൾഗറായിട്ടുള്ള രീതിക്ക് അവൻ മോർഫ് ചെയ്തിട്ട് വീഡിയോസ് ഉണ്ടാക്കുകയും പൈസയ്ക്ക് വേണ്ടിയിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നതെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. നിഖിൽ പ്രമേശാണ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. നിഖിൽ, ബന്ധുക്കളായ പെൺകുട്ടികളുടെ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണല്ലോ ഇയാൾ ഇപ്പോൾ മോർഫ് ചെയ്ത് ടെലഗ്രാമിൽ വിൽപ്പന നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇയാൾ അറസ്റ്റിലായത്? കഴിഞ്ഞ കുറേ അധികം നാളുകളായി ഇയാൾക്കെതിരെ വ്യാപക പരാതികൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ലഭിക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പരപ്പനങ്ങാടി, താനൂർ, മാഹി, ബേപ്പൂർ പോലീസ് സ്റ്റേഷനുകളിലെല്ലാം തന്നെ ഇയാൾക്കെതിരെ പരാതികളുണ്ട്. ഇയാളുടെ രീതി എന്ന് പറയുന്നത് തൻ്റെ സൗഹൃദ വലയത്തിലുള്ള അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഒക്കെ ആയിട്ടുള്ള പെൺകുട്ടികൾ അപ്ലോഡ് ചെയ്യുന്ന ചിത്രങ്ങൾ, അത് അവർ സ്റ്റോറിയായും മറ്റുമൊക്കെ ഇടുന്ന ചിത്രങ്ങൾ, അത് സ്ക്രീൻഷോട്ട് എടുക്കുകയും അത് മോർഫ് ചെയ്ത് ഇൻസ്റ്റഗ്രാം വഴി പല ഗ്രൂപ്പുകളിലേക്ക് പങ്കുവെക്കുന്നു. ആദ്യഘട്ടത്തിൽ ചില ചിത്രങ്ങൾ പങ്കുവെച്ച് കൂടുതൽ ചിത്രങ്ങൾ വേണമെങ്കിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇത് വാങ്ങാൻ ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. 5 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള സ്ത്രീകളുടെ ചിത്രങ്ങൾ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അരിയല്ലൂർ സ്വദേശിയാണ് ഇയാൾ. മലപ്പുറം പരപ്പനങ്ങാടിക്കൊക്കെ അടുത്ത അരിയല്ലൂർ സ്വദേശിയാണ്. ഈ നിതിൻ മോഹൻദാസ് ദിവസങ്ങളോളമായി പരപ്പനങ്ങാടി പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്യാത്തതിനെ ചൊല്ലി വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. BJP അടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇയാളൊരു മുൻ DYFI പ്രവർത്തകനാണ്. ഇത്തരത്തിലുള്ള ഒരു മോശം പ്രവൃത്തി ഉണ്ടായതിനെ തുടർന്ന് പാർട്ടി ചുമതലകളിൽ നിന്നെല്ലാം ഇദ്ദേഹത്തെ നീക്കുകയായിരുന്നു, ഈ പ്രതിയെ നീക്കുകയായിരുന്നു. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളോളമായി പ്രതി നിതിൻ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു, പോലീസിന്റെ റഡാറിലായിരുന്നു. ഇയാളുടെ ഫോൺ അടക്കം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയായിരുന്നു. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു കേസ് പോലീസ് കോടതിയിൽ എത്തുമ്പോൾ അത് ദുർബലമായി പോകാതിരിക്കാൻ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു പോലീസ്. അങ്ങനെ തെളിവുകൾ ശേഖരിക്കുകയും അത് പര്യാപ്തമാണ് എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നത്. ഈ നിലവിൽ 8 വനിതകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ. ഒരുപക്ഷെ കൂടുതൽ പരാതികൾ ഇനിയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വളരെ പ്രായം കുറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു കൃത്യം, അതായത് ഒന്നും അറിയാത്ത സ്ത്രീകളെ അവരുടെ ചിത്രങ്ങൾ എടുത്ത് അത് മറ്റ് പല സൈറ്റുകളിലേക്കും പങ്കുവയ്ക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. ഒടുവിൽ എന്തായാലും ഈ സൈബർ ഗുണ്ട പിടിയിലായിരിക്കുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ശരി, 5 വയസ്സ് മുതലുള്ള കുട്ടികളുടെ ചിത്രങ്ങൾ വരെയാണ് ഇയാൾ ഇപ്പോൾ മോർഫ് ചെയ്ത് വിൽക്കുന്നത് എന്നുള്ള കാര്യം വളരെയധികം ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിഖിൽ പ്രമേശാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.